ഹായ് കൂട്ടുകാരെ, നമ്മൾക്കൊരു അടിപൊളി എല്ലുകറി ഒന്ന് റെഡിയാക്കിയാലോ. അതിന് വേണ്ടിയത് സവാള ഞാൻ 3 എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത്. ഒരു മുറി തേങ്ങ, ചെറിയ മുറി തേങ്ങയാണ് ഇത് ഇങ്ങനെ ആക്കി. വെളുത്തുള്ളി, നല്ല ഒരു കുടം വെളുത്തുള്ളി. ഇഞ്ചി, ഒരുമാതിരി വലിയൊരു ഇഞ്ചി. ഞാൻ ഒത്തിരി എരിയൊന്നും വേണ്ടായിരിക്കും, ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കൂട്ടുകാരെ, നമ്മൾ എല്ലുകറി റെഡിയാക്കാൻ പോവുകയാണേ. സ്റ്റൗ കത്തിക്കാം. നമ്മൾ ഉരുളി അടുപ്പത്തോട്ട് വെച്ച് പോന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ആവശ്യം ഞാൻ ഇതിനെടുത്തെങ്കിലും ആവശ്യത്തിനുള്ളത് എടുക്കണം. ചിലർക്ക് എണ്ണയൊന്നും ഒത്തിരി കൂടുതലൊന്നും ഉപയോഗിക്കുന്നവരല്ലല്ലോ. എണ്ണ റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തേ. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ടുകാരെ, തേങ്ങാക്കൊത്ത് ഇതേ നല്ല വൃത്തിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സവാള പച്ചമുളകും കൂടെ ഞാൻ 3-4 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എരിയുടെ അനുസരിച്ച് നമുക്ക് എരിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഇത് സവാള പച്ചമുളകും നല്ലതായിട്ടൊന്ന് പച്ചപ്പൊക്കെ മാറി നല്ലതായിട്ടൊന്ന് വരുമ്പോഴത്തേക്കിന് മറ്റുള്ള ചേരുവകളെല്ലാം നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് സവാള മൂക്കാനാണെങ്കിൽ ഒരു സ്പൂണ് ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. സവാള, ഒരു സ്പൂൺ ഉപ്പ്, കൂട്ടുകാരെ, നമ്മുടെ സവാള നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. പച്ചമുളകും നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുക്കുക. കൂട്ടുകാരെ, ഇത് നിങ്ങളും വീട്ടിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കും. നല്ല അടിപൊളിയാണ് എല്ലുകറിയാണ്. അതിൻ്റെ കൂടെ രണ്ട് കരിയാപ്പലയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പില, കൂട്ടുകാരെ, എടുത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനാണ് മീറ്റ് മസാല, ഒരു 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
പാത്രത്തോട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയ എല്ല് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു ശകലം വിനാഗിരി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാം ആയതുകൊണ്ട് നല്ല വെന്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിനാണ് ഒരു 1/2 സ്പൂണ് വിനാഗിരിയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിനകത്ത് ചേർത്ത് വേകാൻ വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേകാൻ. വേറെ നല്ല എല്ലുകറിയാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കുക, നല്ല അടിപൊളി. അതിൻ്റെ കൂടെ കൂട്ടുകാരെ, എല്ലുകറിയുടെ കൂടെ ഞാൻ വേണ്ടിയിപ്പം കപ്പ വേവിക്കുകയാണ്. ഇത് കണ്ടോ, എന്ത് രസം! കപ്പയും എല്ലുകറി എന്താ രീതി. ഹായ് കൂട്ടുകാരെ, നമ്മുടെ എല്ലുകറി റെഡി ആയിട്ടുണ്ട്. എല്ലുകറി റെഡിയായി വന്നിട്ടുണ്ട്. കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. കപ്പ വേവിച്ചത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കൂട്ടുകാരെ, കപ്പ വേവിച്ചതും എല്ല് കറി വെച്ചതും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിക്കാൻ പോവുകയാണ്. റെഡിയിട്ട് മുക്കി എല്ലാണ് കൂട്ടുകാരെ, അടിപൊളി എല്ല് കറി. കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം.